വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. പഠിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച AI അധിഷ്ഠിത ക്യാമറകൾ അത് ഏത് പദ്ധതിയുടെ കീഴിലാണെന്ന്. അപ്പോൾ എന്താണ് നമ്മള് ഒരു പദ്ധതിയെ കുറിച്ചാ പഠിക്കണേ. എന്താണ്? അതായത് AI റിലേറ്റഡ് ആയിട്ടുള്ളത്, AI റിലേറ്റഡ് ആയിട്ട് ക്യാമറകള് ഘടിപ്പിച്ച ഒരു പദ്ധതിയാണ്. ആരാണത്? നമ്മുടെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. അപ്പോ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഒരു പദ്ധതി തുടങ്ങിക്കാണ്. എന്താണ് ആ പദ്ധതി? അതായത് AI അധിഷ്ഠിത ക്യാമറകൾ എന്താ പറയാ, പല സ്ഥലത്തും ഘടിപ്പിച്ചേക്കുക. എന്തിനു വേണ്ടിയിട്ടാ? റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, നിയമങ്ങളൊക്കെ ലംഘിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് അവർക്ക് പിഴ ചുമത്താൻ വേണ്ടിയിട്ട്. ആ പദ്ധതിയുടെ പേര് എന്തെന്നാ ചോദിച്ചേ? പദ്ധതിയുടെ പേര് സേഫ് കേരള എന്നാണ്. സേഫ് കേരള പദ്ധതി മനസ്സിലായില്ലേ? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരാണ് സേഫ് കേരള പദ്ധതി. ഈ സേഫ് കേരള കൂടാണ്ട് ഇതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ശൈലി ആപ്പ്, തുണ, അതുപോലെ തന്നെ എന്താണ് നിർഭയം തുടങ്ങിയ ഈ മൂന്ന് ഓപ്ഷൻസ് ആണ്. അത് മൂന്നും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ, അപ്പൊ ഓപ്ഷനിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ? ശൈലി ആപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും അവ നിയന്ത്രിക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ അപ്ലിക്കേഷന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുക, അത് നിയന്ത്രിക്കുക, അതിനുവേണ്ടി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ശൈലി ആപ്പ്. ഇനി അടുത്തത് എന്താണ്? തുണ എന്ന് പറയുന്നത്. തുണ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന പരാതികൾ നൽകാനും പോലീസിന്റെ ഇതര സേവനങ്ങൾ ഉപയോഗിക്കാനും കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ കേരള പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് തുണ. എന്താണ്? വീട്ടിലിരുന്നു കൊണ്ട്, അല്ലെ, വീട്ടിലിരുന്നു കൊണ്ട് ആൾക്കാർക്ക് എന്ത് കൊടുക്കാം? പരാതികൾ കൊടുക്കാനും പരിഹാരങ്ങൾ കാണാനും വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ മൊബൈൽ ആപ്പാണ് തുണ ആപ്പ്. അടുത്തത് എന്താണ്? നിർഭയം എന്ന് പറയുന്നത്. നിർഭയം എന്താന്ന് ചോദിച്ചാൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേരള പോലീസിന്റെ മൊബൈൽ ആപ്പ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേരള പോലീസിന്റെ മൊബൈൽ ആപ്പിന്റെ പേരാണ് നിർഭയം. ഇപ്പൊ 4 ഓപ്ഷനും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മളിവിടെ എന്താ പഠിച്ചത്? 4 ചോദ്യങ്ങൾക്ക് ഉത്തരാ പഠിച്ചത്. അതായത് എന്താ ആദ്യത്തെ പറഞ്ഞത്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച AI അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും അത് നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ മൊബൈൽ ആപ്പാണ് ശൈലി ആപ്പ്. കേരള പോലീസ് ആരംഭിച്ച എന്താ പറയാ, വീട്ടിലിരുന്ന പരാതികളൊക്കെ കൊടുക്കാനും അത് മറ്റ് സേവനങ്ങളൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്പ് തുണ. സ്ത്രീ സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ട് കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് നിർഭയം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: ചന്ദ്രയാൻ ഒന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഓപ്ഷനിൽ തന്നെ ഉത്തരം തന്നിട്ടുണ്ട്. ചന്ദ്രയാൻ ഒന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ആണ്. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? കണ്ടോ, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണെന്നാ പറയുന്നത്? ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ആണെങ്കിൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവേലാണ്. ഡോക്ടർ പി വീരമുത്തുവേൽ. അപ്പൊ ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ പി വീരമുത്തുവേല്. അപ്പൊ ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണെന്നും കൂടെ പഠിച്ചു വെക്കുക. വനിത മുത്തയ്യ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ, ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യ, ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേല. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത ചോദ്യം നോക്കൂ.
2023 വയലാർ അവാർഡിനെ കുറിച്ചാണ് ചോദിച്ചത്. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അവരെന്നെ പറയാ ഉത്തരം കൊടുത്തണ്ട് ശ്രീകുമാരൻ തമ്പി വയലാർ അവാർഡ് നേടിയല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് എന്താണ് ആ ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത് ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് കിട്ടാൻ കാരണമായിട്ടുള്ള കൃതി. ഇനി 2024 വയലാർ അവാർഡ് നേടിക്കൊടുത്തത് ആർക്കാണ്? അശോകൻ ചാരുവിലിനാണ്. അശോകൻ ചാരുവിൽ ട്ടോ, അശോകൻ ചാരുവിൽ അദ്ദേഹത്തിനാണ് വയലാർ അവാർഡ് 2024 കിട്ടിയത്. അദ്ദേഹത്തിന്റെ കൃതി കാട്ടൂർ കടവ് ആണ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്ക് അശോകൻ ചരുവിലിന് 2024 വയലാർ അവാർഡ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലത്തിന്. അടുത്തത് ഇതൊക്കെ നമ്മൾ പഠിച്ച ചോദ്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. നമ്മൾ 2026 വരെയുള്ള വർഷങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അപ്പൊ വീണ്ടും ആവർത്തിക്കില്ല. 2023 UN ആചരിച്ചത് ചെറുധാന്യ വർഷമായിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, ഇതും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2023 ദുബായില് COP കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉച്ചകോടിയിലെ COP28 നടന്നു. ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് COP എന്നാണ് ചോദ്യം. ഏത് വിഷയം? അതാണ് ചോദ്യം. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് COP28 എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ 2023 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. 2023 ദുബായിലാണ് വേദി. പഠിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ്. 2024 വേദി ബാക്കുവാണ്. 2024 വേദി ബാക്കുവാണ്, അസർബൈജാൻ. 2025 വേദി ബ്രസീലാണ്. അപ്പൊ 2025 COP20 അപ്പൊ ഇതിവിടെ COP29 ആവും, COP30 ആവും അല്ലെ. 2025 ബ്രസീലില്, 2024 ബാക്കു അസർബൈജാനിലാണ്, 2023 എന്താണ്? ദുബായിലാണ്. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്തത് 2023 കേരളത്തിൽ ഏത് ജില്ലയിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തു? ഏത് ജില്ലയിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തു? കോഴിക്കോട് ജില്ല. 2023 കേരളത്തിൽ ഏത് ജില്ലയിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തു? കോഴിക്കോട് ജില്ല. ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ല. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പൽ. ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പൽ എന്നവർ പറഞ്ഞിട്ടുണ്ട്. INS മഹേന്ദ്രഗിരി. ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷ. ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷ. എവിടത്തെയാണ്? ഒഡീഷ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആയി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ കക്കോടി. കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് ഒരു മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആ 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണം എന്നാ പറയണേ. ആ 10 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെട്ട ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ 10 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിച്ച
ആശുപത്രിയാണ് കക്കോടി. അപ്പൊ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ളതും അനാവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഉപയോഗം തടയാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു കർമ്മ പരിപാടി ആവിഷ്കരിച്ചു. അത് എന്താണ്? ആന്റിബയോട്ടിക് സാക്ഷര കേരളം എന്നാണ്. എന്താണ്? ആന്റിബയോട്ടിക് സാക്ഷര കേരളം. അതായത് ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും വയ്യായ വരുമ്പോഴേക്കും എല്ലാവരും പോയി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുക എന്നുള്ള ഈ പരിപാടി അവസാനിപ്പിക്കുക. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും അനാവശ്യമായിട്ടുള്ള ഉപയോഗവും ഒക്കെ തടയാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം. അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2023 സെപ്റ്റംബർ മാസത്തില് അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അറിയാലേ? അത് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണത്? MS സ്വാമിനാഥൻ. ആരാ? MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത്? ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത്. ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത് ശരിക്കും ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ദേവസ്ഥൽ. ഏതാണ്? ദേവസ്ഥൽ ഒബ്സർവേറ്ററി. ഉത്തരാഖണ്ഡിലെ ദേവസ്ഥൽ ഒബ്സർവേറ്ററി ക്യാമ്പസിലാണ്. ഉത്തരാഖണ്ഡിലെ ദേവസ്ഥൽ ഒബ്സർവേറ്റർ ക്യാമ്പസ് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ എന്ന സ്ഥലത്താണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലുള്ള ദേവസ്ഥൽ ഒബ്സർവേറ്ററി ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത്. ജ്യോതിശാസ്ത്രത്തിനായിട്ട് കമ്മീഷൻ ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് ആണിത്. അപ്പൊ ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്കായിട്ട് സ്ഥാപിച്ച, ജ്യോതിശാസ്ത്രത്തിനായിട്ട് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ, ഇവിടുത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ, വേൾഡിലെ തന്നെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ആണിത്. ലിക്വിഡ് മിറർ ടെലിസ്കോപ്പുകളില് ഇനി ചിലപ്പോ അങ്ങനെ ചോദിക്കാം, ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ലിക്വിഡ് മിറർ ടെലിസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്. ഏത് ദ്രാവകം ഉപയോഗിക്കുന്നു? മെർക്കുറി ദ്രാവകം ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഫിൻലൻഡ് ആണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാ? ഫിൻലൻഡിനാണ്. അടുത്തതും ഇതുപോലെ തന്നെ ചോദിച്ച ചോദ്യമാണ്, നാരി ശക്തി വന്ദൻ അധീനിയം. നാരി ശക്തി വന്ദൻ അധീനിയം ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാ. പക്ഷെ എന്തിനാ പഠിച്ചിട്ടുള്ളതാന്ന് ടീച്ചർ പറയണേ, പിന്നെയും പറയണേന്ന് ചോദിച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനും, എത്ര പ്രാവശ്യം നമ്മൾ ഇത് പഠിച്ചാലും അധികമാവില്ല മക്കളെ. പിന്നെയും പഠിക്കും തോറും നമ്മുടെ മനസ്സിലത് പതിയുള്ളൂ. അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. ആ നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് നമ്മുടെ രാഷ്ട്രപതി എപ്പോ ഒപ്പുവെച്ചു? രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോക്സഭ പാസാക്കിയ കാര്യം മുമ്പ് പറഞ്ഞതാ. ഒന്നും കൂടെ പറയാം. 2023 സെപ്റ്റംബർ മാസം 20 ലോക്സഭ പാസാക്കി. 2023 സെപ്റ്റംബർ മാസം 21 രാജ്യസഭ പാസാക്കി ബില്ല്.
രാഷ്ട്രപതി 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പിട്ടു. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗമാണ്, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല? CISF. ഏതിനാണ്? CISF-നാണ്. അപ്പൊ CISF-നാണ് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല എന്ന് മനസ്സിലാക്കുക. ഇനി വായു മലിനീകരണം നിയന്ത്രിക്കാൻ, അടുത്ത ചോദ്യം, വായു മലിനീകരണം, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയാത്ത. വായു മലിനീകരണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2020 ഏപ്രിൽ മാസം മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. ആ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് BS6. ഈ BS6-ന്റെ പൂർണ്ണ രൂപം എന്താ അറിയോ നിങ്ങൾക്ക്? ഭാരത് സ്റ്റേജ് 6. ഭാരത് സ്റ്റേജ് 6 അഥവാ BS6 ആണ് വായു മലിനീകരണം നിയന്ത്രിക്കാനായി 2020 ഏപ്രിൽ മാസം മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ്. വായു മലിനീകരണം നിയന്ത്രിക്കാനായി 2020 ഏപ്രിൽ മാസം മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് BS6. അതിന്റെ പൂർണ്ണരൂപം ഭാരത് സ്റ്റേജ് 6 എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇത് ചോദിച്ച കാര്യങ്ങളൊക്കെ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചിലത് പിന്നെയും ചോദിച്ചിട്ടുള്ളത് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ, അതായത് പരിസ്ഥിതി ദിന സന്ദേശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഗതാഗത മന്ത്രി, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി, വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ, അതൊക്കെ ഞാൻ വിട്ടുകളയാണ്. കാരണം ഇതന്നെ എന്നൊന്നും പറയുമ്പോൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും പ്രധാനപ്പെട്ടത് പിന്നെയും ചിലതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവാ, അറിയാത്ത കുട്ടികൾ എഴുതി പോവാ കേട്ടോ. അപ്പോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.